നമ്മുടെ 1 ലക്ഷം രൂപയുടെ മൊബൈലാണ് അപ്പം വാങ്ങുന്നത്. 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇൻകം മാസം 1 ലക്ഷം ആണോ? അല്ലാതെ നമ്മൾ 1 ലക്ഷം രൂപ EMI വാങ്ങല്ല വേണ്ടത്. അതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാസം 2 ലക്ഷം രൂപ ഇൻകം വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാറണം. അപ്പോൾ നമ്മുടെ മൈൻഡ് മാറണം. ബാബു, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഇന്ത്യൻ ആർമിയിൽ 20 വർഷമായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഞാൻ ജോലി എടുത്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പെൻഷനറായി മാറുമ്പോൾ എന്താണ് നമ്മുടെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നൊരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു ആർമി എന്ന നിലയിൽ ഒരു 40-45 വയസ്സിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ഒരു മേഖലയിലാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ പ്രൗഡ് ഞാൻ മനസ്സിലാക്കുന്നതും. കാരണം അതിൽ നമ്മൾ സാധാരണ ഇത്രയും കാലം ജോലി ചെയ്തതിനേക്കാളും അതിൻ്റെ ഒരു 10 ഇരട്ടി കൂടുതൽ വരുമാനം വരാമെന്ന് ഞാൻ നേരിട്ട് കാണാനും മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. ആദ്യം നമ്മുടെ നെറ്റ്വർക്കിനെ പറ്റി പഠിക്കും. അതിന് വലിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. അത് നമ്മൾ എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും വർക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറയുന്നില്ല. കാലഘട്ടത്തിലെ സാധനത്തിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ 10,000 രൂപ ഫോണായിരുന്നു ഇപ്പോൾ ഉപയോഗിച്ചിരുന്ന് പണ്ടൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ 1 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ വരുമാനം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത് വർക്ക് കുറയും വരുമാനം കൂടുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ മാത്രമേ കിട്ടുള്ളൂ. മറ്റെവിടെയും കിട്ടില്ല. നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലി ചെയ്താലും എവിടെ എല്ലാവരും സ്വന്തമായിട്ട് ജോലി ചെയ്താലും എവിടെയും ഈ പാസീവ് ഇൻകം ഉണ്ടാകാറ്. അല്ലെങ്കിൽ അത്രയും കോടികൾ വേണം. വിപ്ലവം, വ്യവസായ വിപ്ലവം, ഇപ്പോൾ IT അതിൻ്റെ കൂടെ ഉണ്ട്. കമ്പ്യൂട്ടർ കഴിഞ്ഞപ്പോൾ IT വിപ്ലവം, AI വന്നു. അപ്പോൾ അങ്ങനെ മാറ്റം സംഭവിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ എക്കണോമിക്കലും അതിൻ്റെ കൂടെ മാറിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ വില കൂടിയ നമ്മുടെ 1 ലക്ഷം രൂപയുടെ മൊബൈലാണ് അപ്പം വാങ്ങുന്നത്. 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇൻകം മാസം 1 ലക്ഷം ആണോ? അല്ലാതെ നമ്മൾ 1 ലക്ഷം രൂപ EMI വാങ്ങല്ല വേണ്ടത്. അതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാസം 2 ലക്ഷം രൂപ ഇൻകം വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാറണം. അപ്പോൾ നമ്മുടെ മൈൻഡ് മാറണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തമാശയിൽ തോന്നാം. പക്ഷേ നാളെ നിങ്ങൾ തിരിച്ച് എന്നോട് കാര്യം പറയും. ഇന്ന് 2022 ഒരാൾ പറഞ്ഞിരുന്നു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മാസം ഇൻകം കിട്ടണം, എന്നാലേ ഞാൻ വാങ്ങുന്ന മൊബൈലിലേക്ക്. എന്നോട് നമ്മൾ വീട്ടിൽ എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ട്? മൊബൈൽ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഓരോ സാധനം ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആകുക എന്നാണ് ബേസിക്. ആദ്യം പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ പ്ലാൻ, കമ്പനിയെ പറ്റി പഠിക്കുക, കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റി പഠിക്കുക. അതിന് ശേഷം ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുക. അത് പുതിയ കമ്പനിയിലേക്ക് പ്രത്യേകിച്ച് പോകാതിരിക്കുക.